സഹയാത്രി. പൗരോഹിത്യസ്വത്വവും ദൗത്യവും അടിസ്ഥാനമാക്കി 100 ധ്യാന ചിന്തകൾ. അവതരണം ഫാദർ ഹെൻറി പട്ടരുമഠത്തിൽ എസ്.ജെ. വിവേചിച്ചറിയുന്നവൻ. നിങ്ങളുടെ സ്നേഹം ജ്ഞാനത്തിലും എല്ലാത്തരം വിവേചന ശക്തിയിലും ഉത്തരോത്തരം വർദ്ധിച്ചു വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഉത്തമമായവ പരിശോധിച്ചറിയാൻ നിങ്ങൾക്ക് കഴിയും. വിശുദ്ധ പൗലോസപ്പോസ്തലൻ ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായം 9-10 വാക്യങ്ങൾ. പുരോഹിതൻ നിരന്തരം ദൈവഹിതം വിവേചിച്ചറിയുന്നവനാണ്. ഓരോ പ്രവൃത്തി ചെയ്യുമ്പോഴും ഓരോ തീരുമാനമെടുക്കുമ്പോഴും അവൻ അന്വേഷിക്കുന്നു, എന്താണ് ദൈവം എന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. പല കാര്യങ്ങളിൽ ഒന്ന് തിരഞ്ഞെടുക്കേണ്ടി വരുമ്പോൾ അതിൽ ഏത് തിരഞ്ഞെടുക്കുന്നതാവും ഏറ്റവും കൂടുതൽ ദൈവേഷ്ടത്തിന് ചേർന്നതാകുക എന്നവൻ ചോദിക്കുന്നു. അതനുസരിച്ച് തീരുമാനമെടുക്കുന്നു. ദൈവഹിതത്തിന് യോജിച്ച കാര്യങ്ങൾ തിരഞ്ഞെടുക്കുമ്പോഴും നിർവഹിക്കുമ്പോഴും അവൻ്റെ ഉള്ളിൽ അനിർവചനീയമായ ആത്മീയ സന്തോഷവും സ്വസ്ഥതയും അനുഭവപ്പെടുന്നു. എന്നാൽ ദൈവതിരുമനസ്സിന് നിരക്കാത്ത കാര്യങ്ങൾ തിരഞ്ഞെടുക്കുകയോ പ്രാവർത്തികമാക്കുകയോ ചെയ്യുമ്പോൾ അവൻ്റെ മനസ്സ് അസ്വസ്ഥമാവുകയും മനസാക്ഷി വ്രണിതമാവുകയും ചെയ്യുന്നു. ദൈവഹിതം അന്വേഷിക്കുക എന്നത് കേവലം യുക്തിപരമായ ഒരു അഭ്യാസമല്ല എന്നവനറിയാം. യുക്തിയുടെ സഹായം തീർച്ചയായും അവൻ ഉപയോഗിക്കുന്നു. എന്നാൽ കൂടുതലായും പ്രാർത്ഥനയുടെയും ധ്യാനത്തിൻ്റെയും സഹായത്തോടെയാണ് പുരോഹിതൻ വിവേചനം നടത്തുന്നത്. ആത്മാവാണ് വിവേചന പ്രക്രിയയിൽ അവനെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത്. ആത്മാവിൻ്റെ നിർദ്ദേശങ്ങളും പ്രേരണയും അനുസരിച്ചാണ് അവൻ തീരുമാനങ്ങൾ എടുക്കുന്നത്. ഹൃദയം ദൈവത്തിലൂന്നി ആത്മാവിൻ്റെ നിറവോടെ നടത്തുന്ന ആത്മീയ വിശകലനമാണ് അവന് വിവേചനം. അത് അവനെയും അവൻ്റെ സഹയാത്രികരെയും ഓരോ ദിവസവും കർത്താവിൻ്റെ വഴിയിലൂടെ നടക്കാൻ പ്രാപ്തരാക്കുന്നു. പുരോഹിതൻ തൻ്റെ വ്യക്തിപരമായ കാര്യങ്ങൾക്കായി മാത്രമല്ല വിവേചനം നടത്തുന്നത്. ദൈവഹിതം കണ്ടെത്തി ജീവിക്കാൻ മറ്റു വ്യക്തികളെയും അവൻ സഹായിക്കുന്നു. മറ്റുള്ളവർ പല സാഹചര്യങ്ങളിലും പുരോഹിതനെ സമീപിച്ച് തങ്ങൾക്ക് വേണ്ടി ദൈവഹിതം ആരായാനും തീരുമാനമെടുക്കാൻ സഹായിക്കാനും അവനോട് ആവശ്യപ്പെടാറുണ്ട്. പലപ്പോഴും സ്വന്തമായി ഒരു തീരുമാനമെടുക്കാൻ കഴിയാത്ത അവസ്ഥയിലായിരിക്കും അവർ. അവനവരെ ശ്രദ്ധാപൂർവം ശ്രവിച്ച് അവരോടുകൂടെ പ്രാർത്ഥിച്ച് അവരോട് ചേർന്നിരുന്ന് ദൈവഹിതം വിവേചിച്ചറിയുന്നു. അവരുടെ തിരഞ്ഞെടുപ്പുകളിലെയും തീരുമാനങ്ങളിലെയും അവ്യക്തതകളും സംശയങ്ങളും തീർക്കാനും പ്രകാശത്തിൻ്റെ പാതയിൽ ചരിക്കാനും അവരെ സഹായിക്കുന്നു. വിവിധ കാര്യങ്ങൾ വിവേചനം നടത്തുന്ന പുരോഹിതൻ ആന്തരിക സ്വാതന്ത്ര്യമുള്ളവനാണ്. സ്വന്തം താത്പര്യങ്ങൾക്കും ഇച്ഛകൾക്കും അനുസൃതമായി തീരുമാനമെടുത്തിട്ട്
ഇതാണ് ദൈവഹിതം എന്ന് പറയാനാവില്ല എന്നവനറിയാം. ചില സാഹചര്യങ്ങളിൽ ദൈവഹിതം ത്യാഗവും സമർപ്പണവും വേദനയുമുള്ള തിരഞ്ഞെടുപ്പായിരിക്കും ആവശ്യപ്പെടുന്നത്. അത്തരം സാഹചര്യങ്ങളിൽ ദൈവഹിതത്തിന് വിരുദ്ധമായ ദിശയിൽ നീങ്ങാനുള്ള പ്രലോഭനം അവൻ അനുഭവപ്പെടാറുണ്ട്. എന്നാൽ ആത്മാവിൻ്റെ സഹായത്തോടെ അവൻ അത്തരം പ്രലോഭനങ്ങൾ അതിജീവിച്ച് സ്നേഹത്തോടും വിശ്വാസത്തോടും കൂടെ ദൈവഹിതം സ്വീകരിക്കുന്നു. ദൈവഹിതത്തിന് ചേർന്ന തീരുമാനങ്ങളെടുക്കുന്ന പുരോഹിതൻ്റെ ഉള്ളിൽ സ്ഥായിയായ സന്തോഷവും സമാധാനവും അനുഭവപ്പെടുന്നു. ആത്മാവ് ദാനമായി നൽകുന്ന ഈ ആന്തരിക സന്തോഷം അനുഭവിച്ച് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നിരന്തരം ദൈവഹിതം അന്വേഷിച്ച് അവൻ്റെ യാത്ര മുമ്പോട്ട് പോകുന്നു. ധ്യാനം. സ്വസ്ഥമായിരുന്ന് ഞാൻ എപ്രകാരമാണ് ജീവിതത്തിൽ ദൈവഹിതം വിവേചിച്ചറിയുന്നത് എന്ന് പരിശോധിക്കുക. ഈ അടുത്തയിടെ എനിക്കോ മറ്റുള്ളവർക്കോ വേണ്ടി ദൈവഹിതം ആരാഞ്ഞ ഏതെങ്കിലും സംഭവം മനസ്സിൽ കൊണ്ടുവരിക. അതിൻ്റെ വിശദാംശങ്ങൾ വ്യക്തമായി കാണുക. എല്ലാത്തിനും ദൈവത്തിന് നന്ദി പറയുക. നിരന്തരം ദൈവഹിതം വിവേചിച്ചറിഞ്ഞ് ജീവിക്കാനുള്ള കൃപ യാചിക്കുക.